ഇന്ന് ഞങ്ങള് എവിടേക്ക് പോണപ്പോ നമ്മള് ബൈക്ക് റേസിങ്, സ്റ്റണ്ട്, അങ്ങനത്തെ കുറച്ച് പ്രോഗ്രാം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ഷിൽഡനിൽ. അല്ല പുണ്യ 3 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പം ഞങ്ങൾ അതൊന്നും മെല്ലേനെ കാണാൻ പോവാന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് അല്ലേ. അപ്പം വീഡിയോ എല്ലാവരും കാണാൻ പറയേ. അപ്പം പുണ്ണിക്ക് നടക്കണതിൻ്റെ ഒരു ചെറിയൊരു സങ്കടം ഉണ്ട് പുണ്ണിക്ക്, അതാണ് ഇത്. വാടാ. അപ്പോൾ പാർക്കിൻ്റെ ബാക്കിൽ കൂടെയുള്ള വഴി കൂടെയാണ് പോകേണ്ടത്. അപ്പം ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ ഷിൽഡൻ്റെ ബാക്കിൽ നമുക്കൊരു 3 ദിവസത്തെ ഒരു ബൈക്ക് റേസിങ്ങും അങ്ങനത്തെയൊക്കെയുള്ള ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം ഉണ്ട്. അത് കാണാൻ പോവാണ് അല്ല പുണ്യ. കണ്ടിട്ട് വരാട്ടാന്ന് പറ. പട്ടി തറഞ്ഞ് വീഴണ്ട വായോ. അപ്പോൾ നമ്മുടെ പാർക്കിൻ്റെ സൈഡിലാണ്. അപ്പോൾ ഞങ്ങളിതേ മെല്ലനെ ഇങ്ങനെ നടന്ന് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇത് മെല്ലനെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാനുണ്ട്. ഇത് പിള്ളേരെ കൂടെ കളിക്കണം കേട്ടോ. ഇതൊക്കെ എന്തിട്ടോ അവിടെ പറക്കണത് അവിടെ നിന്ന്. ഇത് നമ്മുടെ ബിഷപ്പ് ഓക്ലാൻഡിൽ ഒരു 3 ദിവസത്തെ പ്രോഗ്രാം ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് പോയത്. ആണോ? ഓക്കെ. അന്ന് പക്ഷെ അത് കഴിയാറായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പുള്ളിക്ക് ഒരു ബലൂൺ പോലത്തെ ഒരു സാധനത്തിൽ കയറാനായിട്ട് അത് ഓർമ്മയിട്ടാ പുല്ല് അതിൻ്റെ അയർ അഴിച്ചു വിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പുള്ളി ഇത്തിരി കരഞ്ഞ് സീനായിട്ടാണ് അന്ന് വന്നത്. പാർക്ക് കണ്ടപ്പോൾ പുറത്ത് കൂടെ ഒന്ന് ആ പുള്ളിക്ക് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതിൽ കൂടെയാണ് കേട്ടോ കിടന്നത്. അപ്പോൾ ഇത് കാണാനുണ്ടോ? എന്തൊക്കെയോ ഉണ്ട്. പിന്നെ നല്ല ഉത്സാഹത്തോടു കൂടി നടന്നു പോകണ്ടുണ്ട്. നോക്കി നോക്കട്ടെ. ബാക്കി കൂടിയാണ് എത്തിയത്. ഓരോരോ റൈഡൊക്കെ ഇങ്ങനെ തുടങ്ങി. പുലി വന്നപ്പോഴത്തേനും അതാണ് ഉണ്ട വെച്ച് പോണത്. എതിൻ്റെയാണ് അന്ന് അതിൻ്റെ അയർ അവർ ഊരി വിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഇന്ന് അതിൽ കയറാൻ പറ്റുന്ന വെച്ചാൽ കയറണം. നോക്കിയാൽ അവിടെ അപ്പം അതേ ആ പുള്ളിക്ക് ഇത് വലിയ ഇഷ്ടമുള്ള സംഭവം കേട്ടാ. പൗണ്ടാണ് 5 മിനിറ്റിന് കയറി നിൽക്കാൻ പറ്റുള്ളൂ. അതിന് 3 പൗണ്ട്. അപാര പൈസയാണ്. അതിൻ്റെ അയർ പോണം. ആ അതാ പുതിയ നടുക്കിലെത്തി. 2-3 പിള്ളേരൊക്കെ ഉണ്ടായില്ലേ. അയ്യോ അതേ കുറേ വീഴുന്ന ഉരുണ്ട് വരുന്നുണ്ട്.
അപ്പുണ്ണിതേ കാല് വേദന എടുക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ക്രാവ് ഇല്ലേ? ഇനി വരണം അങ്ങോട്ട്. 3 ദിവസത്തെ പരിപാടിയുണ്ട്. ഇന്ന് തൊട്ടിട്ട് 3 ദിവസത്തെ പരിപാടിയാണ്. ഇന്ന് നാളെ മറ്റന്നാള്. ഞങ്ങളിത് മെല്ലാൻ ഇനി പോവാൻ നോക്കാണ്. സമയം ദേ ഇപ്പൊ ഇവിടെ 7:30 കേട്ടാ. പക്ഷെ ഇപ്പോഴും നല്ല വെളിച്ചത്തിലാണ് നിക്കണത്. എങ്ങനെയൊക്കെ ചാടിത്തുള്ളി എവിടെയൊക്കെ കളിച്ചാലും പാർക്ക് കണ്ട ഒരു ഹരാണല്ലോ. അപ്പുണ്ണി കേറുന്നുണ്ട് മെല്ലനേട്ടാ. പുണ്ണിനെ കണ്ട് കിട്ടണമെങ്കിൽ കുറച്ചു നേരം പിടിക്കും. 7:30 സൂര്യൻ ഉദിച്ച് നിൽക്കണം എന്നൊക്കെ. ഇല്ലടാ അപ്പൊ എനിക്ക് ഊതാനായിട്ടൊരു സാധനം തെറ്റാമാ. ഇതൊന്ന് ഊതി നോക്കിക്കേ. കൈ പിടിച്ചിട്ട് ഗുസ്തി ഒന്നും കാണിക്കണ്ട. ഇത് ഊതുന്നുണ്ടാ പുണ്ണി? ഓക്കെ ഓക്കെ. നമ്മുടെ നാട്ടിലുള്ളപ്പോ നമ്മളിത് ഇതേ റൈഡിലിരുന്നിട്ട് ആടാറുള്ളത് ഓർമ്മയുണ്ട് അപ്പുന്? നമ്മുടെ അന്തിക്കാട് കുളത്തിന്റെ അവിടെ പോയിട്ട്, പിന്നെ നമ്മുടെ കെട്ടിന്റെ അവിടത്തെ പാർക്കിൽ പോയിട്ട്. എങ്ങനെയൊക്കെ അപ്പുണ്ണി കുത്തി മറിഞ്ഞു വന്നതാണ് കേട്ടോ. എന്നിട്ട് ഇപ്പൊ പാർക്കിന്റെ ഉള്ളിൽ വീണ്ടും കയറണം അവന്. പിടിച്ചു നിക്ക പുണ്യ, പിടിച്ചു നിക്ക്. വാട്ട്യമീനൊക്കെ നല്ലതായി പോവും. നിലത്ത് വീണ നല്ല സീനാവും. വാട്ട്യമീൻ ചോദിച്ച് നിക്കണവൻ. ഊതാനുള്ള പൊട്ടിക്കട്ടെ. ഊതാനുള്ളത് പൊട്ടിക്കട്ടെ കേട്ടോ. ഊതാനുള്ളത് അപ്പളത്തേന് ഇത് പോടും. ഇറങ്ങണോ? എണീറ്റോ, കേറിക്കോ. ഇതിനെങ്ങനെ ഗുസ്തി കാണിക്കണ്? ഇതില് കേറിയ ഒന്ന് തല കറങ്ങി കിക്കായില്ലേ കപ്പുണ്ണിക്ക് എന്തോ പോലെയാ അല്ലടാ പുണ്ണി? ആ ബോധം പോയിട്ടുണ്ട്, ബോധം പോയിട്ടുണ്ട്. ആ ഇത്രയും ബൂസ്റ്റ് മതി. ഓൾഡല്ലേ? തല കറങ്ങണില്ലേടാ? തല കറങ്ങണില്ലേ? ബൂസ്റ്റ് വേണ്ട അമ്മയ്ക്ക്, ഹോർലിക്സ് മതി. കൈ പിടിച്ചിരിക്കേ. അതെന്തായാലും സ്ലോ ആവണ കാരണം കൈ വിട്ടാലും കുഴപ്പമില്ല. ബൂസ്റ്റ് കൊടുത്തിട്ട് വരാം ഗൈസ്. എന്റെ തല മണിക്കാക്കണ പോത്താവും. ബൈ ബൈ. ഞങ്ങളോട് സാറ്റ് കളിക്കായിരുന്നേ. ഞാൻ അപ്പുണ്ണീനെ, അപ്പുണ്ണി ഇവിടെ എവിടെയോ ഒളിച്ചിട്ടുണ്ട്. ആ ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ കമോണ്ടറ മഹേഷേ ഒളിച്ചിരിക്കുന്നു മണ്ടയില്. പെൺകിന്റെ മണ്ടയിൽ ഒളിച്ചിരിക്കുകയാണേ. അത് ശരി, സാറ്റ് അടിക്കണില്ലല്ലോ, സാറ്റ് അടിക്കണില്ലല്ലോ. പുണ്ണി കണിക്കൊന്ന നിക്കണണ്ട, കണിക്കൊന്ന എവിടെ? ദായല്ലോ റിയൽ കണിക്കൊന്ന അല്ലേ? പൂവല്ലേ നീ നമ്മള് വീട്ടിക്ക്? അത് ഒട്ടി പിടിക്കും നാവ് അങ്ങനെ ഇട്ടുണ്ടെങ്കിൽ. ഇല്ലോ ഈ വഴി കൂടെ പോവാല്ലേ നമുക്ക്. അപ്പം ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിക്ക് പോവാണ്. ഏതി കൂടെ പോണ്? ലെഫ്റ്റ് ഓർ റൈറ്റ്? പറയടാ. അപ്പുണ്ണി ഇവിടെ നിന്നിട്ട് വട്ടം കറങ്ങല്ലേ. ഓക്കെ, then come this way. ആണ് കണിക്കൊന്ന കേട്ടോ, ഞാൻ പറഞ്ഞ കണിക്കൊന്ന. ാക്കി അയാള്. ഓ ഇത്തിരി മയത്തില് തിന്നെ. ഇതൊരു സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടല്ല, അതിനിങ്ങനെ കടിച്ചു കീറേണ്ട ആവശ്യമില്ലല്ലോ. പുണ്യന്നത്തെ കാർണിവല് എനിക്ക് ഇഷ്ടായി. എനിക്ക് ബൗൺസി ബൗൺസി തിങ്ങിൽ പോവാൻ പറ്റി. പോവാൻ പറ്റിയില്ലേ? ആൻഡ് ഇതും കോട്ടൺ ക്യാൻറ്റീൻ കിട്ടി. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ കഴിഞ്ഞു അല്ലേ? വീഡിയോ കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരില്ല പുണ്യ. See ya. Bye. Bye.